ഹായ് ഫ്രണ്ട്സ്, ശ്രീ പി അൻവർ പ്രഖ്യാപിച്ച ആദ്യ പൊതുസമ്മേളനം ഇന്ന് നിലമ്പൂരിൽ നടന്നു. മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടി ഞെട്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, സാധാരണ പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിർബന്ധിച്ചു കൊണ്ടുവരുന്ന അയൽക്കൂട്ടംകാരോ തൊഴിലുറപ്പുകാരോ ഒക്കെ ആയിരിക്കും. അവർ വണ്ടിയെ വന്നിറങ്ങും, വരിയെല്ലാം കറങ്ങി നടക്കും. സമ്മേളന നഗരം മിക്കവാറും കാലിയാകാറാണ് പതിവ്. മുഖ്യമന്ത്രി വന്നാൽ പോലും ഒഴിഞ്ഞ കസേരകൾ സാധാരണ സംഭവ്യമാണ്. പക്ഷേ അവയിൽ നിന്ന് വ്യത്യസ്തമായി നിറഞ്ഞ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. തുടർന്നുള്ള മീറ്റിങ്ങുകളിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുമോ അതോ ഇവർ തന്നെയാണോ സ്ഥിരം ശ്രോതാക്കൾ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടുന്ന കാര്യം. മുഖ്യമന്ത്രിയുമായി കണ്ടുവെന്നും മുഖ്യമന്ത്രി 5 മിനിറ്റ് എന്ന് പറഞ്ഞുവെങ്കിലും താൻ മുഖ്യമന്ത്രിയോട് 37 മിനിറ്റ് സംസാരിച്ചുവെന്നും എല്ലാ പരാതികളും എഴുതി നൽകിയിരുന്നുവെന്നും എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ADGPക്കും ശശിക്കും ഒക്കെ എതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നും അല്ലാത്ത അന്വേഷണം പ്രഹസനമാണ് എന്നും അതിൽ തെളിവ് നൽകാൻ താൻ തയ്യാറാവുകയില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നും ഒരുപക്ഷെ വെടിയേറ്റ് വീണാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് വെറും രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ട് ലോക്സഭാ ഇലക്ഷനിൽ ഇത്ര ദയനീയമായി പരാജയപ്പെട്ടു, എന്നിട്ട് അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചോ? ഒരു അന്വേഷണവും ഉണ്ടായില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. പ്രത്യേകിച്ചും PK ശ്രീമതി പോലെയുള്ള ഏവരും അംഗീകരിക്കുന്ന ഒരു നേതാവിന് പോലും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നിട്ടും അതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴേക്കാണ് പോകുന്നതെന്നും ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷം അപകടത്തിലാണ് എന്നും താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്നും പക്ഷേ മുഖ്യമന്ത്രി ഇത് ഗൗനിച്ചില്ല എന്നും അദ്ദേഹം ഏറ്റു പറഞ്ഞു. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ പിതൃതുല്യനാണ് കണ്ടിരുന്നതെന്നും എന്നാൽ തൻ്റെ വാക്കുകൾ ഗൗനിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറയുന്നതിൽ കാര്യമില്ലേ? ലോക്സഭ ഇലക്ഷൻ മാത്രമാണോ? ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ ഇലക്ഷനുകളും ഇടതുപക്ഷം 8 നില പൊട്ടി. പക്ഷേ ഒരു അന്വേഷണം ഉണ്ടായോ? തിരുത്തൽ നടപടി ഉണ്ടായോ? ഒരു നടപടിയും ഉണ്ടായില്ല. ഇങ്ങനെ പോയാൽ 2031 ആകുമ്പോഴേക്കും BJP ഇവിടെ അധികാരത്തിൽ വരും. അതുകൊണ്ട് ആ ഫാസിസ്റ്റ് ശക്തിയെ എതിർക്കുവാൻ ഒരു ജനമുന്നേറ്റം ഉണ്ടാകണം. എല്ലാവരും ഉപരി താനായി ഒരു പാർട്ടി രൂപീകരിക്കുന്നില്ല എന്നും എന്നാൽ ഒരു ജനമുന്നേറ്റത്തിലൂടെ എല്ലാവരും കൂടിച്ചേർന്ന് പാർട്ടി ഉണ്ടാക്കിയാൽ താൻ അതിൻ്റെ അണിയറയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊരു അരവിന്ദ് കെജ്രിവാളായി അദ്ദേഹം രൂപാന്തരപ്പെടുകയാണ്. എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൈത്രിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സ്വാഗതം പറഞ്ഞത് ഹിന്ദുവായൊരു സുഗു, CPMന്റെ മുൻകാല നേതാവ്, പാർട്ടി സെക്രട്ടറി. കൃതജ്ഞത പറയുവാനായി നിശ്ചയിച്ചിരുന്നത് ക്രിസ്ത്യാനിയായ ഒരു ജോഷി, അവർക്ക് മധ്യേ മുസ്ലിമായ അൻവർ. എല്ലാവരും കൂടി ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ താനും അതിലുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. തുടർന്ന് അടുത്ത 10 ദിവസം വടക്കൻ ജില്ലയുടെ പല ഭാഗങ്ങളിലും താൻ സംസാരിക്കുമെന്നും ജനങ്ങളുമായി സംവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ അടുത്ത 10 ദിവസം കൊണ്ട് അദ്ദേഹം തീരുമാനിക്കും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കണമോ മറ്റെന്തെങ്കിലും ചെയ്യണമോ എന്ന്. എല്ലാം ജനങ്ങളാണ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു ജനമുന്നേറ്റത്തെ ലക്ഷ്യമിടുകയാണ് ശ്രീമാൻ PV അൻവർ. ഇതൊക്കെ എവിടെ ചെന്നെത്തുമെന്ന്, എന്തായി തീരുമെന്ന് കാത്തിരുന്ന് കാണാം.